കടലും മോക്ഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ കടൽ എങ്ങനെയാണ്, എപ്രകാരത്തിലാണ് നമ്മുടെ ഈ മരണാനന്തര ജീവിതവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്കെന്നെ അറിയാം, പല ആളുകളും അവരുടെ ബലിതർപ്പണത്തിന് വേണ്ടി കടലിലേക്ക് പോകുന്നു. കടലെന്ന് പറയുന്ന സങ്കല്പം യഥാർത്ഥത്തിൽ മരണവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കടലിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഭാരതീയ ആത്മീയതയാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കടലിൻ്റെ അലിഗറി ചേർത്ത് നമ്മളിവിടെ സംസാരിക്കുകയാണ്. പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ ജന്മാന്തരങ്ങളെന്ന് പറയുന്നത് എപ്രകാരത്തിലാണ്, അല്ലെങ്കിൽ എനർജി പൂളെന്ന് പറയുന്നത് എന്താണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പരബ്രഹ്മ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, ജീവാത്മാ പരമാത്മാ എന്ന് പറയുന്ന സങ്കല്പം എന്താണ്? അപ്പോൾ ഇങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറയുന്നത്, ഇതിനെയൊക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിളാണ് ഈ പറയുന്ന കടലുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ. ഒ വി വിജയൻ്റെ ചില പുസ്തകങ്ങളിൽ അദ്ദേഹം പറയുന്നൊരു സംഗതിയുണ്ട്, എക്ടോപ്ലാസത്തിൻ്റെയും എൻഡോപ്ലാസത്തിൻ്റെയും ഇടയിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ, അല്ലേ? അന്വേഷണത്തിൻ്റെ വേപതു പൂണ്ട ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് മഹാസമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു പുസ്തകമാണ്. വളരെ ആഴത്തിലുള്ള ചിന്ത തരുന്ന ഒരു പുസ്തകമാണ് ഞാൻ ഈ പറഞ്ഞ സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ എന്ന് പറയുന്നത്. ചില കാഴ്ചപ്പാടുകളിലൊക്കെ നമ്മൾ പറയാറുണ്ട് മൃതിസാഗരം, ജനിസാഗരം എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? ജനിസാഗരത്തിൻ്റെയും മൃതിസാഗരത്തിൻ്റെയും ഇടയിൽ തിരകൾ എണ്ണിയിരിക്കുന്നവനാണ് എന്നുള്ളൊരു സങ്കല്പം അല്ലെങ്കിൽ എന്നുള്ള ഒരു പദപ്രയോഗം നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു സമുദ്രം അല്ലെങ്കിൽ ഒരു കടൽ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക. ഈ കടലിലെ ജലം നമ്മൾ കാണുന്നു, നല്ല നീല നിറത്തിലുള്ള ജലം നമ്മൾ കാണുന്നു. ഈ കടലിലേക്ക് നമ്മളൊരു കുറച്ച് മൺകുടങ്ങൾ ഇടുകയാണ്, ചെറിയ മൺകുടങ്ങൾ. അപ്പോൾ ഈ മൺകുടങ്ങൾ ഓരോന്നും തന്നെ നമ്മൾ കടലിലെ വെള്ളം ഇങ്ങനെ ശേഖരിക്കുന്നു അല്ലെങ്കിൽ എടുക്കുന്നു. എന്നിട്ട് അതിനൊരു മൂടി കെട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഭദ്രമാക്കി വീണ്ടും അത് ഈ കടലിലെ വെള്ളത്തിൽ തന്നെ ഇടുന്നു. അപ്പോൾ നമ്മൾ സങ്കല്പിക്കുക, നമ്മളിപ്പോൾ ഒരു 100, 101 അല്ലെങ്കിൽ 10 എത്രയോ നമ്പർ ആയിക്കോട്ടെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു. ഇതിലെല്ലാം തന്നെ കടലിലെ വെള്ളം ശേഖരിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കടലിൽ തന്നെ ഈ പറയുന്ന കുടങ്ങൾ ഇടുന്നു എന്നാണ്. അപ്പോൾ കടലിൽ നിന്ന് വെള്ളം ഇങ്ങനെ എടുക്കുന്തോറും അതിൽ വെള്ളം കുറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, അല്ല? പക്ഷേ നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, കടൽ അതുപോലെ തന്നെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മൺകുടങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക, ഓരോ മൺകുടത്തിനകത്തും എന്ത് ചെയ്യുന്നുണ്ട്, കടലിലെ വെള്ളമുണ്ട്. പക്ഷേ ആ കടലിലെ ജലവും മൺകുടത്തിലെ ജലവും ഇപ്പോൾ 2 ഐഡൻറ്റിറ്റികൾ ഉള്ളവയാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ കടലിലെ ജലമായിരുന്നത് ഇപ്പോൾ എന്ത് ചെയ്തു, മൺകുടത്തിനകത്തിരിക്കുകയാണ്. മൺകുടത്തിനകത്തിരിക്കുമ്പോൾ അത് മൺകുടത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ എത്ര എണ്ണം മൺകുടങ്ങൾ ഇങ്ങനെ വെള്ളം നിറച്ച് കെട്ടി കടലിൽ തന്നെ ഇടുന്നുവോ അത്ര എണ്ണത്തിൽ എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായ ഐഡൻറ്റിറ്റീസ് ഉള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റും. ഇനി ഇതിൽ ഒരെണ്ണത്തിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ ആ മൺകുടത്തിനെ പൊട്ടിക്കുന്നു. മൺകുടം ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അതിലെ ജലം കടലിലെ വെള്ളത്തിൽ തന്നെ വീഴുന്നു. അങ്ങനെ വീഴുന്ന ആ ജലത്തിനെ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. ഇത്രയും വെള്ളമാണ്, അല്ലെങ്കിൽ ഈ വെള്ളമാണ് ഈ മൺകുടത്തിനകത്ത് ഇരുന്നത്. അതിതാ കടലിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പോയിന്റിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്ലേസിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇന്ന സംഗതിയാണ് ഈ മൺകുടത്തിനകത്ത് ഇരുന്നത് എന്ന് നമുക്കൊരിക്കലും കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല, അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി നമ്മൾ അതിൻ്റെ അടുത്തൊരു കുടത്തിനെ എടുത്തിട്ട് നമ്മളിതിൻ്റെ കരയിൽ കൊണ്ടുവന്നിട്ട് പൊട്ടിക്കുകയാണ്. അതായത് ഈ തിര വന്ന് തട്ടുന്ന ആ സ്ഥലത്ത് വെച്ച് നമ്മൾ പൊട്ടിക്കുകയാണ്. പൊട്ടിച്ചു, വെള്ളം ഇങ്ങനെ വീണ് പക്ഷേ അത് കടലിലെ വെള്ളമായില്ല. പക്ഷേ അപ്പോഴത്തന്നെ എന്ത് ചെയ്തു, ഒരു കരയിലേക്ക് ഒരു തിര വന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ വെള്ളത്തിനെ അതിൻ്റെ കൂടെ ശേഖരിച്ചു കൊണ്ടുപോയി. പൂർണ്ണമായിട്ടും പോയിട്ട് കാണില്ല, കാരണം കുറച്ച് മണ്ണ് എന്ത് ചെയ്യുന്നത് പിടിച്ച് കാണും, അല്ലെങ്കിൽ മണൽ അതിലേക്ക് പിടിച്ച് കാണുന്നതാണ്. ഇനി നമ്മളൊരു 10 മീറ്റർ അപ്പുറത്തേക്ക് ഇതിൽ നിന്ന് ഒരു മൺകുടം എടുത്തുകൊണ്ട് വന്നിട്ട് കടലിൽ നിന്നൊരു 10 മീറ്റർ മാറ്റിയിട്ട് നമ്മൾ പൊട്ടിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം എന്ത് ചെയ്യുന്നു, ആ മണ്ണിലേക്ക് വീഴുന്നു, അല്ലെങ്കിൽ ആ മണലിലേക്ക് വീഴുന്നു. അത് കടലിൽ ലയിച്ച് ചേർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പറയാം, ഈ മൺകുടങ്ങളിൽ ഓരോന്നിനെയും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ വെച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ കടലിൽ വെച്ച് ബ്രേക്ക് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കടലിലെ ജലത്തിൽ ലയിച്ചുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഈ ജലം എപ്പോഴാണ് ഈ കടലിലെ ജലത്തിൽ ലയിച്ച് ചെയ്യുക? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്.
ഇനി നമ്മളത് കടലിൽ നിന്ന് അകലേക്ക് കൊണ്ടുപോവുകയാണ്, അല്ലേ? 50 കിലോമീറ്റർ, 100 കിലോമീറ്റർ. അവസാനം നമ്മളൊരു മരുഭൂമിയുടെ അവസാനത്തെ കുടത്തിനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു മരുഭൂമിയുടെ നടുക്കുള്ള ഒരു പാറപ്പുറത്ത് കൊണ്ടുപോയാണ് പൊട്ടിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വെള്ളം അവിടെ വീഴുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എപ്പോഴാണ് ഈ പറയുന്ന വെള്ളത്തിന് തിരിച്ച് അതിൻ്റെ ജന്മഗേഹത്തിലേക്ക് പോകാനായി സാധിക്കുക എന്നുള്ളതാണ്. സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്ന സംഗതിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മണ്ണിൽ വീഴുന്ന വെള്ളം എങ്ങനെയാണ് കുറച്ച് എവാപ്പറേറ്റ് ചെയ്ത് പോകും, കുറച്ച് ചെടികളിൽ ഉണ്ടാകും, അല്ലെ? ചെടികളുടെ ശരീരത്തിലൂടെ കയറി അത് ചിലപ്പോൾ ജീവജാലങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അവിടുന്ന് തുടങ്ങുന്ന ഒരു യാത്രയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക എന്നാണ്. എത്ര വർഷങ്ങൾ, എത്ര സംവത്സരങ്ങൾ സഞ്ചരിച്ചാലാണ് ഒരുപക്ഷെ ഈ ജലത്തിന് എന്ത് ചെയ്യാൻ പറ്റുക എന്നാണ്, തിരിച്ച് അതിൻ്റെ പൂർണ്ണമായ ഭാവത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക വിഭിന്നങ്ങളായ ഭാവത്തിലോ അതിൽ തിരിച്ച് ഈ പറയുന്ന സമുദ്രജലത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണാൻ പറ്റുന്ന ഏറ്റവും ലളിതമായി പറയാൻ പറ്റുന്ന ഭാരതീയമായ ആത്മീയത എന്ന് പറയുന്നത്. അതായത് കടൽ ജലം എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന പരബ്രഹ്മം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ എനർജി പൂൾ എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ മാക്രോ എനർജി എന്ന് വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ അബ്സല്യൂട്ട് എന്ന് വിളിക്കാൻ പറ്റും, വോയിഡ് എന്ന് വിളിക്കാൻ പറ്റും, അല്ലെ? എന്ത് പേര് വേണമെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റുന്ന, അല്ലെ? ആ പറയുന്ന ഡീപ്പ് കോൺഷ്യസ് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. അതിൽ നിന്ന് പുറപ്പെട്ടു പോയ ഓരോ ചെറിയ മൺകുടങ്ങളാണ് നമ്മുടെ ചുറ്റാകെ കാണുന്ന എല്ലാ തരത്തിലുള്ള ജീവരൂപങ്ങളും എന്നാണ്, അല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ ശാസ്ത്രം തന്നെ പറയുന്നു, ഈച്ച് ആൻഡ് എവറിത്തിങ് ദാറ്റ് വി സീ അറൗണ്ട് us ആർ ദി ഡിഫറെൻറ്റ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ സെയിം പൊട്ടൻഷ്യൽ എന്നാണ്. നമ്മുടെ ചുറ്റാകെ കാണുന്ന എല്ലാം, ഈ പറഞ്ഞതെല്ലാം തന്നെ, നമ്മൾ ഈ കാണുന്നതും കാണാത്തതുമായ എല്ലാം തന്നെ ഒരു ഊർജത്തിൻ്റെ, അല്ലെങ്കിൽ ഒരേ ഊർജത്തിൻ്റെ വ്യത്യസ്തമായ രൂപാന്തരങ്ങളാണ് എന്നുള്ളതാണ്, അല്ലേ? അവിടെ എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ പറയുന്ന ഒരു കോസ്മോപൊളിറ്റൻ വ്യൂവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്, അല്ലെ? ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡിലേക്ക് നമ്മൾ എത്ര പെട്ടെന്നാണ് എത്തിച്ചേരുന്നത്. ബ്രദർഹുഡ് എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും കൂടെ കൂടിച്ചേർന്ന എല്ലാ ചരാചരങ്ങളും കൂടി കൂടിച്ചേർന്ന ഒരു വലിയ വിസ്മയമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്നതും നമുക്ക് കാണാൻ കഴിയാത്തതുമായ ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്, അല്ലെ? എത്ര മനോഹരമായ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരുമാകുന്ന മൺകുടങ്ങൾ കടലിൽ നിന്ന് എത്രയോ ദൂരേക്കാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. സോ അതാണ് യഥാർത്ഥത്തിൽ ദ സെർച്ച് ഫോർ ദ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്, അല്ലേ? ഓരോരുത്തരുടെയും മനസ്സിലത് ഉണ്ടാകാം. പക്ഷേ ഒരുപാട് ദൂരം സഞ്ചരിച്ച് കടലിൽ നിന്ന് അകന്നു പോയവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കടലിനെക്കുറിച്ചുള്ള സ്മൃതികൾ ഉണ്ടാകണമെന്നില്ല, ഓർമ്മകൾ ഉണ്ടാകണമെന്നില്ല, അല്ലേ? അവിടെ സാവകാശമാണ്. സാമുവൽ ടൈലർ കോൾറിഡ്ജ് എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് പോയറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കൃതി, അതായത് കുബ്ല ഖാൻ എന്ന് പറയുന്ന കൃതിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. മനുഷ്യനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും ഗുഹാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ആൽഫ് എന്ന് പറയുന്ന ഒരു നദി എന്ത് ചെയ്യുന്നു? ടു എ സൺലെസ് സീ, സൂര്യനില്ലാത്തൊരു കടലിൽ പോയി ചേരുന്നു എന്ന് പറയുന്നു, അല്ലേ? അതിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പരാമർശിച്ചു എന്ന് മാത്രം. ഇപ്പോൾ ചില സിനിമാ പാട്ടുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, വീണുടയുന്നൊരു മൺകുടം ഈ ഉടൽ, നീ അതിനുള്ളിൽ നിറയാവൂ എന്നാണ്, അല്ലേ? അപ്പോൾ വീണുടയുന്ന മൺകുടങ്ങളാണ് നമ്മളുടെ ഈ ശരീരം എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്ന വെസലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കടലിലെ ജലമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക ജീവാത്മാവ് എന്ന് പറയുന്ന സംഗതി. അല്ലെങ്കിൽ നമുക്ക് തന്നെ വേറെ ഒരുപാട് പേരുകൾ തന്നെ അറിയപ്പെടുന്നു, അല്ലേ? ബയോപ്ലാസ്മ എന്നറിയപ്പെടുന്നു, വൈറ്റൽ എനർജി എന്നറിയപ്പെടുന്നു, കീ എന്നറിയപ്പെടുന്നു, ബെറാക്ക എന്നറിയപ്പെടുന്നു, അല്ലേ? അങ്ങനെ എത്രയോ പേരുകളിൽ അറിയപ്പെടുന്ന, അല്ലെ? റൂഹ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ സോൾ എന്നറിയപ്പെടുന്നു, അല്ലെ? പ്രാണ എന്നറിയപ്പെടുന്നു. എത്ര പേരുകളാണ് ഓരോ സംസ്കാരങ്ങളും അവരുടേതായ രീതികളിൽ ഇതിനെ വിളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? എത്രയും പെട്ടെന്ന് നമ്മൾ ഈ പറയുന്ന മഹാസമുദ്രത്തിൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്, അല്ലേ? ഒ വി വിജയൻ അദ്ദേഹം ഒരു സന്ദേഹിയായിരുന്നു, അല്ലേ? അദ്ദേഹം ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഇസങ്ങളിലൂടെയും കടന്നു പോയിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മറ്റേതോ ഒരു എന്താ പറയുക, ഒരു അബോർഡ് ഓഫ് പീസിൽ എത്തിച്ചേർന്നു, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു ഉത്തുംഗ ശൃംഗത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു എന്നാണ്. വെദർ യു എഗ്രി വിത്ത് ഇറ്റ് ഓർ നോട്ട്, ദാറ്റ്സ് നോട്ട് മൈ ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്നത് ഒ വി വിജയനെ കുറിച്ചാണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ അങ്ങേയറ്റം
നെഞ്ചോട് അടക്കി പിടിച്ച് മലയാളികൾ വായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ധിഷണ വൈഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഓർത്തു പോകുന്നു, അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ അദ്ദേഹത്തെ ആദരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതാണ്, മഹാസമുദ്രം അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു പരൽബി അല്ലേ. ഇവിടെ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കുടങ്ങൾ അല്ലേ, കടലിൽ നിന്ന് അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് എടുത്ത് മാറ്റപ്പെട്ട ഈ കുടങ്ങൾ എപ്പോഴാണ് ആ കുടത്തിലെ ജലം യഥാർത്ഥത്തിൽ ഈ പറയുന്ന കടലിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. നമ്മുടെ വെറുതെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സമയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കടലിൽ നിന്ന് എടുക്കപ്പെട്ട് കാതങ്ങളോളം അല്ലെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സിന് അപ്പുറത്തേക്ക് പോയ ഒരു മൺകുടം അതിലെ ജലം പൊട്ടുമ്പോൾ ആ ജലം എപ്പോഴാണ് അതിൻ്റെ മാതൃഗർഭത്തിലേക്ക് തിരിച്ചു പോവുക, അല്ലെങ്കിൽ അത് എപ്പോഴാണ് റിട്ടേണിങ് ടു ഇറ്റ്സ് വോംബ് അല്ലേ. ഈ കടലെന്ന് പറയുന്നത് അതിൻ്റെ ഗർഭഗേഹമാണ് എങ്കിൽ അതിലേക്ക് എപ്പോഴാണ് എത്തിച്ചേരുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ കരണീയമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലോലി വി ഹാവ് ടു തിങ്ക് അബൌട്ട് വിച്ച് വൺ ദ ഓഷൻ അല്ലേ. ഈ ഒരു മഹാസമുദ്രത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കുണ്ടാവണം. നമ്മൾ സാവകാശം നമ്മൾ ആ മഹാസമുദ്രത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പറയുന്ന ആത്മീയത മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ പറഞ്ഞു തന്നതാണ് അല്ലേ. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി.